അതെ പത്രം തുറന്നു കഴിഞ്ഞാൽ മെട്രോയുടെ വാർത്ത മാത്രമേ ഉള്ളൂ. എല്ലാം മെട്രോ. ഒരു ദിവസം 20 ലക്ഷം രൂപ കളക്ട് ചെയ്തെന്ന്. അങ്ങനല്ലേ? മെട്രോ വലിയ സംഭവല്ലേ ഏട്ടാ. ആനയുടെ മസ്തകം പോലെയാണ് മെട്രോയുടെ മുമ്പിരിക്കണേന്നൊക്കെ പറയണ്ടല്ലോ ഏട്ടാ. എടാ ഈ വർക്കല റെയിൽവേ സ്റ്റേഷൻ പോലെയൊക്കെയാണ് ഈ കൊച്ചി മെട്രോ സ്റ്റേഷൻ. അയ്യേ ഒന്ന് പോന്നേടന്ന്. നമ്മുടെ സാധാരണ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പാട്ട വണ്ടിയല്ലേ, ഇത് അങ്ങനെയൊന്നും അല്ല. ശരിക്കും നമ്മള് വിമാനത്തിൽ കയറുന്ന പോലെ ഇരിക്കും. ആ അകത്ത് ഫുൾ AC-യാ. പിന്നെ ഈ മോളിൽ കൂടിയല്ലേ ഇങ്ങനെ കറങ്ങുന്നേ. അപ്പൊ എറണാകുളം ടൗൺ മുഴുവനും കാണാമേ. സീറ്റൊക്കെ സ്പെഷ്യലാന്ന്. പറച്ചില് കേട്ടാ തോന്നുന്നു ഇവള് 24 മണിക്കൂറും മെട്രോയിലാന്ന്. അച്ഛനെ കാണാൻ പോകുന്നത് മെട്രോയില. അയ്യോ അതിന് 24 മണിക്കൂറും മെട്രോയിൽ കയറേണ്ട കാര്യമൊന്നും ഇല്ല. അതെ കുറച്ചൊക്കെ വായിച്ച കാര്യങ്ങളൊക്കെ പിടികിട്ടും. അങ്ങനെ 24 മണിക്കൂറും ആ മെഷീന്റെ പുറത്തോട്ട് കമന്ന് കിടക്കല്ലേ. ലോകത്ത് ഒരു കാര്യം അറിയണ്ടല്ലോ. നീ ഭയങ്കര വായനക്കാരിയാണല്ലോ. വന്നിട്ട് പിന്നെ എല്ലാ PSC പരീക്ഷയും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുക. അതെ ഞാൻ മിഷനിൽ കമന്ന് കിടക്കണമെങ്കിൽ എന്റെ കുടുംബം നോക്കാനായാലും നീ വിഷമിക്കേണ്ട കാര്യമില്ലാട്ടോ. എടി തങ്കം, നീ എന്തിനു വന്നതാണ്? ഞാൻ പാത്രം എടുക്കാൻ വേണ്ടി വന്നാ. നിനക്ക് പാത്രം കിട്ടിയില്ലേ? എന്നാ നിന്റെ പാട്ടിന് പോ. നിന്റെ വീടാണ് ഇറങ്ങി പോകാൻ പറയാനായിട്ട്. ഇത് എന്റെ അച്ഛന്റെ വീട്, എനിക്ക് അവകാശമുള്ള വീട്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും, ഇഷ്ടമുള്ളപ്പോ പോകും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ പട്ടത്തര നിന്നോ. ഏട്ടാ 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 നാളെ ഓഫീസിലെ കാര്യത്തിന് വേണ്ടി തൃപ്പൂണിത്തുറ പോവല്ലേ? ഞാനും കൂടി വരാം. നമുക്ക് മെട്രോയിൽ കയറാം. എന്തിനാ നീ വരണത്? മെട്രോയില് കയറാൻ. അതൊന്നും വേണ്ട. ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ പിന്നെ ഭാര്യനും കൂടെ കൊണ്ടുപോകുന്നത് ആ ഒന്നും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വരെ അമ്മ ഒന്നും പറയാൻ വേണ്ട. നമ്മളെയും കൂടെ ഒന്ന് കൊണ്ടുപോടാ. ഈ അമ്മക്ക് എന്താ തലയ്ക്ക് സുഖില്ലേ അമ്മേ? അവന്റെ ഓഫീസ് കാര്യം കഴിയുമ്പോ പാതിരാത്രിയാവും. പിന്നെ അവൻ മെട്രോയിലോട്ട് കയറാൻ പോവാതെ ഇങ്ങോട്ട് വരുവോ? അല്ല പിന്നെ ഏട്ടാ അത് പിന്നെ എപ്പോഴേലും പോവാന്ന്. ഏട്ടാ പിന്നെ അതിനായിട്ട് അങ്ങോട്ട് പോവൊന്നുമില്ല. ഇതാകുമ്പോ ഒരു ആവശ്യത്തിന് പോണതല്ലേ ഏട്ടാ. പ്ലീസ് ഏട്ടാ. എന്നാ നോക്കാം. നോക്കാന്നല്ല, ഇനി പോണെങ്കിൽ തന്നെ രാവിലെ ജനശതാബ്ദിക്ക് പോണ്ടി വരുന്നേ. അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാന്ന്. നോക്കാം. ഇവളെയും കൂടെ ഒന്ന് കൊണ്ടുപോ തക്കിളി. എവിടെ? ഈ കൊച്ചി മെട്രോ കാണാൻ. പിന്നെ എന്ത് ഒരു ഓഫീസ് കാര്യത്തിന് പോകുമ്പോ ഇനി പെങ്ങളെ പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് നടക്കാം. പിന്നെ പെങ്ങളെ പൊക്കി പിടിക്കാൻ പെങ്ങള് കൊച്ചു കൊച്ചാണല്ലോ. അതെ എന്നെ എന്റെ കെട്ടിയാൻ പൊക്കിക്കോളൂ. നീ നിന്റെ കെട്ടിയാനും കൂടി പൊക്കണ്ട. പോണോ? എന്നിട്ട് രാവിലെ പോണം. രാവിലെ ഞാൻ റെഡിയാവും അല്ലേ അമ്മേ? ഇത് അനങ്ങുന്നില്ലല്ലോ ഇത്. തങ്കമാണെങ്കിൽ അപ്പുറത്ത് പോയാൽ പിന്നെ ഇനി കഥയും പറഞ്ഞിട്ടേ വരുള്ളൂ. സമയത്ത് പോരേ ഇല്ല. അക്കളേ എന്താ ആയടി? പെട്ടെന്ന് കൊണ്ടുവാ. തലതിരിഞ്ഞ് ഇറങ്ങണം. ഇവിടെ ഉള്ള എല്ലാം തലതിരിഞ്ഞ് തന്നല്ലോ. മധുരം ഇട്ടോടി. മധുരം ചായ മധുരം ഇട്ടോണം. എന്തോന്ന്? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞത്? ഒന്നുമില്ല. ഇങ്ങനെ തന്നെ വളരണം കേട്ടാ. അല്ലാണ്ടും കൂടെയൊക്കെ കെട്ടിച്ച് വിടാനുള്ളതാ. ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റമാണെങ്കിൽ 3-ന്റെ തിരിച്ച് വീട്ടിൽ വന്നിരിക്കും. അതിനിയും 10-12 വർഷമില്ലേ? 12 വർഷമോ? അങ്ങനെയാണോ പ്രതീക്ഷിച്ചിരിക്കണേ? 12 വർഷം എന്ന് പറയുന്നത് ദാന്ന് പറഞ്ഞങ്ങ് പോവും. അതിനെ ഉടനെ നിന്നെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നും കരുതി വെച്ചിട്ടില്ല. നിന്നെ ഒരു 10-25 വർഷം കഴിഞ്ഞിട്ടേ ഞാൻ കെട്ടിക്കണുള്ളൂ, ആർഭാടമായിട്ട്. 28? ഇനി അത് ചവിട്ടി പൊട്ടിച്ചോ? ആകെ കഞ്ഞി കുടിക്കാനുള്ള സാധനം. ഞാനിതൊന്ന് ചവിട്ടി തെളിഞ്ഞാ നിന്റെ കാലിനൊരു ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. മേടിച്ച കാലം മുതൽ സഹായിക്കാൻ തുടങ്ങിയതാണല്ലോ. ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ. എഴുന്നേറ്റ് മാർക്കി അവിടുന്ന്. ഇതൊക്കെ എടുപിടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പഠിക്കാൻ പറ്റുമോ? എന്താണ് നിനക്ക് സംഭവിച്ചേക്കണേ? ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ എന്റെ വായിക്കുന്ന കേക്കല്ലേട്ടാ ക്ലീറ്റോ. ആങ്ങളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയല്ലേ? ആങ്ങളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാനതൊന്ന് സഹിക്കും. അപ്പൊ നിന്റെ തള്ളയുടെ കയ്യിൽ നിന്നായിരിക്കും. തള്ള മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, ഒരു സുന്ദരി കോതയില്ലേ അവിടെ. അയ്യോ എന്തോ സുന്ദരി കോതയാ? എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളൊരു വൃത്തികെട്ടവളാണ്, പാഷാണത്ത് കൃമിയാണ്, അഴുക്കയാണെന്ന്. അപ്പൊ നീ സമ്മതിച്ചില്ല, എന്നെ കുറേ കുറ്റപ്പെടുത്തി. ഇപ്പൊ കിട്ടിയല്ലേ? എന്താ പറഞ്ഞവള്? പറഞ്ഞതൊന്നും ക്ലീറ്റോ ഒന്ന് എഴുന്നേറ്റേ പോയെന്ന് കുളിച്ചിട്ട് വന്നേ. അവള് നിന്നെ തെറി പറഞ്ഞാൽ ഞാനെന്തിനു കുളിക്കുന്നത്? എനിക്കൊരു സ്ഥലം വരെ പോണം. അമ്പലത്തിലാ? കൊച്ചിയിൽ പോണം. കൊച്ചി അല്ല, കൊച്ചി.
ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എന്ത് പറ്റിയടി? നീറ്റ് എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വന്ന് എനിക്ക് കൊച്ചിയിൽ മെട്രോയിൽ കയറണം. എവിടാ? മെട്രോയിൽ പോണോന്ന് കേട്ടിട്ടില്ലേ? മെട്രോന്ന് മെട്രോയിൽ. എടി അടുത്ത ആഴ്ച പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്. അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ അതിൽ കയറാനുള്ള ഒരു രക്ഷയില്ല. അടുത്ത ആഴ്ചയല്ല, എനിക്ക് ഇന്ന് പോണം, ഇപ്പൊ പോണം. നാളെ അവർ രണ്ടുപേരും കൂടി മെട്രോയിൽ കയറാൻ പോകുന്നുണ്ട്, കനകനും അവളും. എനിക്ക് അതിന് മുമ്പ് മെട്രോയിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണം. ഓ അതാണ് സംഭവം അല്ലേ? ഡാഡി നമുക്ക് പോവാൻ ഡാഡി. ക്ലീറ്റോ അവൾ എന്നെ കൊറേ കളിയാക്കി. ക്ലീറ്റോ പോണടുത്തൊക്കെ ചേട്ടത്തിനെ കൊണ്ട് നടക്കാനൊന്നും പറ്റൊന്നുമില്ല. അമ്മ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ഓ അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാലും അത് മോശമായി പോയി. എന്നാലും നമുക്ക് അടുത്ത ആഴ്ച പോയാ പോരെ? ക്ലീറ്റോ അതെ, ഈ എടുപിടി കൊച്ചിയിൽ മെട്രോയിലൊക്കെ പോണെന്ന് പറഞ്ഞാ നീ അതിന് വലിച്ച് കീറല്ലേ? ആ പാടെ നല്ലൊരു ഷർട്ടേ ഉള്ളൂ. അതിന് ഒരുപാട് പൈസ ചെലവാകൂലേ? ഒരുപാട് പൈസ ഒന്നും ആവൂല, കുറച്ച് പൈസ മതി. അതാര് കൊടുക്കും? ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ എന്തോരം ബുദ്ധിമുട്ടിലാണെന്ന് നിനക്കറിയാലോ. പോവാം ക്ലീറ്റോ, എനിക്ക് അവളുടെ മുമ്പിൽ ജയിക്കണം. നമുക്ക് ഒരു ഉദ്ദേശം ഒരു 10,000 രൂപയെങ്കിലും വേണ്ടി വരും കേട്ടോ. 1000 രൂപയ്ക്ക് പോയിട്ട് വരും. 1000 രൂപയ്ക്ക് കൊച്ചി വരെ പോവാൻ പറ്റും. ആലപ്പുഴ വരെ പോകാൻ പറ്റൂ? ഇല്ല, എഴുന്നേക്ക് ക്ലീറ്റോ. അല്ലാതെ തിരിച്ചു വരണ്ടേ? നീ പറഞ്ഞ 2000 രൂപ ഉണ്ടോ നിന്റെ കയ്യില്? ഞാൻ 2500 രൂപ തരാം. എന്നാ പിന്നെ ഓക്കേ. നീ സ്കൂളിൽ പോ. കാരണം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോണത് ഈ മെട്രോയിലായിരിക്കും. മറ്റേ ഒരു മാള് തുടങ്ങിയപ്പോ എല്ലാ സ്കൂളുകാരും മാളിലേക്കാണല്ലോ ടൂർ പോയത്. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് സ്കൂളിൽ ഇട്ടിട്ട് രണ്ടുപേർക്കും കൂടെ നടക്കൂല, എന്നെ കൊണ്ടുപോയി. വേണ്ട കൊച്ചും വരട്ടെ, മോൻ പോയി യാത്ര എവിടാ? മാത്രമല്ല എവിടെ കൊണ്ടുപോയി പിന്നെ ഇനി 1000 രൂപ അധികം വേണ്ടി വരും. പിന്നെ ഒന്നുമില്ല, മോൻ പോയി യാത്ര എവിടാ? ഞാൻ റെഡിയാവാൻ പോണേ. വേഗം നീ ഇതേ അടുക്കളയിൽ വന്ന് നിൽക്കണേ. അയ്യോ എന്റെ തുണി വെച്ചില്ലല്ലോ.